ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1918 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സെഡ് സാറാണ്. സാറിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. വന്ദേ ഭാരത് ആണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു മാസം മുമ്പ് തന്നെ ബുക്കിംഗ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സാർ എത്തിയിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കാര്യം ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞെങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. അപ്പൊ നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സർ സാർ എത്തിയിട്ടുണ്ട്. ഇന്ന് സാർ എടുക്കുന്ന വിഷയം സ്ട്രോക്ക് അഥവാ സ്ട്രോക്കും ഹോമിയോപ്പതി മാനേജ്മെന്റുമാണ് സാറിന്ന് എടുക്കുന്ന വിഷയം. ഇന്ന് നല്ലൊരു ക്ലാസ് സാറിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്ലാസ് തുടങ്ങാം സാറേ. താങ്ക് യു. നമുക്ക് ഹോമിയോപ്പതിയില് ഉള്ള സാധ്യതകൾ പലർക്കും അറിയില്ല, അതിന് ഡെപ്ത് അറിയില്ല ആർക്കും. ഞാൻ ഇപ്പോഴേ മനസ്സിലാക്കി വളരെ താമസിച്ചിട്ടാണ് പലപ്പോഴും. ആ ഡെപ്ത് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല, എനിക്കും അറിയില്ല സത്യം പറയാനായിട്ട്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഹോമിയോപ്പതി. ഇതേ സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ, അതിനേക്കാളും മാരകമായ രോഗങ്ങൾ ഇതിനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാവിധിയാണ് നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ഹോമിയോപ്പതി ഡോക്ടർമാരും അഭിമാനം കൊള്ളേണ്ടതാണ്. ഇത്രയും മേന്മയുള്ള ഒരു ചികിത്സാവിധി നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ധാരണ ഉണ്ടാവണം. എപ്പോഴും ആ ഡോക്ടർ ഹാനിമാനോട് നന്ദി ഉണ്ടാവണം. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹം അലോപ്പതി ഡോക്ടറായിട്ടും അവസാനം ഹോമിയോപ്പതി ചിന്താഗതിയിലൂടെ വന്നു. ഹോമിയോപ്പതി വന്നതല്ല, അപ്പം വെച്ചാൽ ഒരു കണ്ടുപിടുത്തം ഉണ്ടായതാണ്. അതിന് പുള്ളി അടിയുറച്ച് നിന്നു. അങ്ങനെ ആ ഹോമിയോപ്പതി ഉത്ഭവം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അപ്പൊ അതിന് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ ചികിത്സിക്കാനുള്ള ഏറ്റവും നല്ല മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരാൾ BP ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആ BP കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടായിട്ട് ആൾ പോവുകയാണെങ്കിൽ ഒരു ഭാഗം തളർന്നിട്ടോ അല്ലെങ്കിൽ പച്ചവാദം പിടിച്ചോ കിടക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളെ നമുക്ക് ചികിത്സിക്കാം. അങ്ങനെയുള്ള അവസ്ഥയെ ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ വേണ്ടി ഹോമിയോപ്പതി ധാരാളം മരുന്നുകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന മരുന്ന് സ്ട്രോക്കിന്റെ ആദ്യത്തെ ഉണ്ടാകുന്ന മരുന്ന് തന്നെ ആർണിക്ക മൊണ്ടാന. ഇത് കൊണ്ട് തന്നെ കൊടുത്തത് തന്നെയാണെങ്കിലും ആ സ്ട്രോക്കിലോട്ട് വലുതായിട്ട് പോകാതെയും അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടായ ആളെ തിരിച്ചു കൂട്ടാനും സാധിക്കും. തുടക്കം 30 അപ്പൊ എന്നോട് ചേർന്നിട്ട് എല്ലാ ഡോക്ടർമാരും പങ്കുചേർന്നൊരു അഭിപ്രായങ്ങൾ പറയണം. അപ്പോഴേ മാത്രമേ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അവിടെയും തുടങ്ങി ഇവിടെയും തുടങ്ങി പോകുന്ന സാറേ, ആമുഖമായിട്ട് സാറിന്റെ സ്ട്രോക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും വിളിക്കാം. റേഞ്ച് പ്രശ്നമുണ്ടോ സാറിന്? ഷോക്കായി പോയല്ലോ എല്ലാം കൂടെ. എന്തായി സൗണ്ട്? നമുക്ക് കുറച്ച് സമയം സാറിന് പറയാനുള്ള പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തരെ വിളിക്കാം. അങ്ങനെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കാത്ത ഒരാളാണ്. ഒരുപാട് മരുന്ന് ഒരു രോഗത്തിന് ചികിത്സിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളല്ല. വളരെ മിതമായിട്ടുള്ള രീതിയിലുള്ള മരുന്ന് കൊടുക്കാറുണ്ട്. ഹൈപ്പർ ടെൻസി കൊടുക്കുക, അതേ സമയത്ത് 30 കൊടുക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് തന്നെ ചോദിക്കുകയാണ്, സാറെന്താ ഇത് നേരത്തെ വന്ന ആൾക്ക് 30 കൊടുത്ത് ഇപ്പോൾ സാറിന് 10 കൊടുക്കുന്നത്? കാരണം ഒരവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മരുന്നാണ് നമ്മൾ വരുന്നത്. ഒരവസ്ഥ വിശേഷം അനുസരിച്ചിട്ടാണ് നമ്മുടെ പൊട്ടൻഷ്യൽ നിയന്ത്രിക്കുന്നത്. അത് ഇത്ര കാലത്ത് ഒരു പ്രാക്ടീസ് കൊണ്ട് പരിചയസമ്പന്നം കൊണ്ടും എൻ്റെ ഗുരുക്കന്മാരുടെ അപേക്ഷ കൊണ്ടും ഗുരുവിൻ്റെ അഭിപ്രായം കൊണ്ടുമല്ലാണ് പറയാറുള്ളത്. സത്യം പറയാൻ എനിക്ക്
ആവശ്യം കണ്ടുള്ള പല ഡോക്ടർമാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. ഞാൻ എന്നും ഓർമ്മയിട്ട് പറയുന്ന ഡോക്ടറാണ് KJ ജോസഫ്. ഡോക്ടർ ഐസക് ആണെങ്കിലും ഡോക്ടർ പ്രകാശ് സാറാണെങ്കിലും എല്ലാം എൻ്റെ വലിയ ഗുരുക്കളിൽപ്പെട്ട ആളുകളാണ്. എങ്കിലും എൻ്റെ പ്രാഥമിക ദൃഷ്ടിയിൽ ഹോമിയോപ്പതി പഠിക്കാൻ വന്നപ്പോൾ കണ്ടുമുട്ടിയ ഡോക്ടറാണ് KJ ജോസഫ് സാറ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് സത്യം പറയാൻ എനിക്ക് ഹോമിയോപ്പതി പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അതിൽ ഞാൻ ഹോമിയോപ്പതി നിൽക്കാതെ ഞാൻ എവിടെയാ പോകുമായിരുന്നു. ഹോമിയോപ്പതി പഠിക്കണം തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കൊണ്ടാണ്. അദ്ദേഹം ഓർഗോൺ മെഡിസിൻ പഠിപ്പിക്കാൻ വന്നു. അങ്ങനെ ഒരു ക്ലാസ് എടുത്തു. സമയം വേറെ ആൾക്ക് അദ്ദേഹം പോകേണ്ട അത് പോയില്ല. രണ്ടാമത്തെ അവർ അദ്ദേഹത്തിനെ ഏറ്റെടുത്തു. ആ 2 അവറിൽ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ എന്നെ ഹോമിയോപ്പതി പിടിച്ചു നിർത്താൻ സഹായിച്ചത്. അപ്പോൾ എന്നും ഞാൻ ആ സാറിനെയാണ് എൻ്റെ ഗുരുഗണത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. അപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല, അദ്ദേഹം പോയി, നമ്മളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും എൻ്റെ സ്മൃതിയിൽ എന്നും താങ്ങി നിൽക്കുന്ന ഡോക്ടറാണ്, ഒരു ഗുരുവാണ് ഡോക്ടർ KJ ജോസഫ്. അപ്പം സ്ട്രോക്കിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് ലാക്ടോസ് ഉപയോഗിക്കാം, ആർണിക്ക ഉപയോഗിക്കാം, ബോത്രോസ് ഉപയോഗിക്കാം. ഇതൊക്കെ ഓരോ ലക്ഷണങ്ങൾ പ്രകാരം കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. ആർണിക്കയാണ് ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. ആർണിക്ക 30 പൊട്ടൻസി അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ സ്ട്രോക്കിൻ്റെ കാഠിന്യം കുറയും. അത് ഉടനെ നമുക്ക് കിട്ടണം. സത്യത്തിൽ നമ്മൾ കിട്ടുന്നത് സ്ട്രോക്ക് വന്ന് 2-3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ഈ മരുന്നിന് വലിയ കാര്യം ഉണ്ടാവില്ല, ആർണിക്കക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. ഇനി അപ്പോഴത്തെ സിംറ്റം പ്രകാരം കോൺസെൻട്രേഷൻ മില്ലിനായിട്ടുള്ള അത് കൊടുക്കണം. ലാക്ടോസ് ആണെങ്കിലും ബോത്തോർട്ടോ ആണെങ്കിലും കൽക്കരി കാർബ് വരെ ഉപയോഗിക്കാറുണ്ട് ഞാൻ. കൽക്കരി അത് കോൺസെൻട്രേഷൻ സ്റ്റഡീസ് വെച്ച് കൊടുക്കുന്നത്. അധികരിച്ച വിയർപ്പും പാലിനുള്ള വിരക്തിയും എല്ലാം കൂടെ കൊണ്ടിട്ടുണ്ട് വരുന്ന രോഗികളുണ്ടാവും. അപ്പോൾ ഞാൻ കൽക്കരി കാർബ് കൊടുക്കാറുണ്ട്. പിന്നീട് ഇത് വന്നു കഴിഞ്ഞിട്ട് ബോണിന് ബലക്ഷയം ഉണ്ടാകുക, ബോൺ ഒടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിനകത്ത് കൽക്കരി പോസ് വരുന്നത്. ലാക്ടോസിന് വളരെ അധികം പറ്റും. BP എപ്പോഴും സ്റ്റഡിയായിട്ട് നിൽക്കുക, BP കുറയില്ല. ഒരു 160, 120, 110 അങ്ങനെ നിൽക്കും. 200, 110, 200, 100 ഒക്കെ നിൽക്കുകയുള്ളൂ, താഴോട്ട് വരത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് ലാക്ടോസ് ബോത്രോപ്സ് ഒക്കെ ഈസിയായിട്ട് വരുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ BP കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ എല്ലാവരും എനിക്കൊരു നിങ്ങൾക്കെല്ലാം പറയാനുള്ള കാര്യം റവോൾഫിയ സർപ്പിനി എന്ന് പറഞ്ഞ മരുന്നുണ്ടോ വീട്ടിൽ, അത് പല ആളുകളും കൊടുക്കുന്നത് ഞാൻ ഇന്നലെയും കണ്ടിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷൻ 10 ഡ്രോപ്പ് വെച്ച് കൊടുത്ത മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡോക്ടറെ ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, നിങ്ങൾ പക്ഷെ അറിയുന്ന ഒരാളാണ്. 10 ഡ്രോപ്പ് വീതം ഡെയിലി 4 നേരം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഈ 10 ഡോസ് വെച്ചും ഡ്രോപ്പിലും 4 മണിക്കൂർ അല്ലെങ്കിൽ ദിവസം 2 പ്രാവശ്യമോ 3 വർഷം കൊടുക്കുകയാണെങ്കിൽ 500 തൊട്ട് എഡിമ ഉണ്ടാവും ആ പേഷ്യൻ്റ്, തീർച്ചയാണ്. അങ്ങനെയൊക്കെ ഞാൻ കേസ് കണ്ടിട്ടുണ്ട്. ആ കേസിന് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുമില്ല. 500 തൊട്ട് എഡിമ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ബുദ്ധിമുട്ടാണ്. അവിടെയും നമുക്ക് താങ്ങായിട്ട് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആർണിക്കയാണ് കേട്ടോ. ആർണിക്ക 30 അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു 25 ml 5 ഡ്രോപ്പ് 30 ഇട്ടിട്ട് ബാക്കി വെള്ളവും ചേർത്ത് നാവില് ഒരു 3 തുള്ളി വീതം 4 തുള്ളി വീതം എവരും അവർ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. പിന്നെ ഒരുപാട് കേസ് ഉണ്ട്. പിന്നെ സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ ഫാദറിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫാദറിന് സ്ട്രോക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ കൊടുത്തത് ബോത്രോസ് ആയിരുന്നു. ബോത്രോസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രോക്ക് മാറിയതും. അദ്ദേഹം പിന്നീട് 10 വർഷം വരെ പിന്നെയും ജീവിച്ചു, കുഴപ്പമില്ലാതെ. അന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്ന തീരുമാനിച്ച സമയമാണ്. എല്ലാ ഡോക്ടർമാർ വരെ പറഞ്ഞു ഇനി കേസ് മുന്നോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ആ മനുഷ്യനെ ഞാനാണ് ചികിത്സയിൽ ഇന്ന് വന്നുകൊണ്ട് അദ്ദേഹം പിന്നീട് 10 വർഷം വരെ വളരെ ഉജ്ജ്വലമായിട്ട് ജീവിച്ചു. അദ്ദേഹം ഉജ്ജ്വലമായിട്ട് ജീവിച്ചാൽ ദീൻ ദുനിയ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിനുണ്ട്, ഹിന്ദി മാഗസിനുണ്ട്, ഉറുദു മാഗസിനുണ്ട്. അത് സ്ഥിരമായിട്ട് അദ്ദേഹം ആർട്ടിക്കിൾ എഴുതുമായിരുന്നു. ആ കൂടുതൽ ഹോമിയോപ്പതി പറ്റിയും എഴുതിയിട്ടുണ്ട് അദ്ദേഹം. സത്യം പറയാൻ എന്നെ ഹോമിയോപ്പതി പഠിക്കുന്ന നിർബന്ധിച്ച ആൾ എൻ്റെ അച്ഛനാണ്.
ഞാൻ ഹോമിയോപ്പതി കോളേജ് പഠിക്കാൻ പോയപ്പോഴേക്കും ആ കോളേജിന്റെ ദാരുണമായ അവസ്ഥ കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഒളിച്ചൂടാൻ പോയ ആളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാലിനടി കൂടെ മൗസ് ഓടിപ്പോകുമായിരുന്നു. കുഞ്ഞലിയെ പോകരുത്, അങ്ങനെ മടുത്ത് ആ ഹോമിയോപ്പതി വിട്ടു പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച ഒരാളാണ്. അന്ന് ഡോക്ടർ ജോസഫിന്റെ ഒരു കേസാണ് അന്ന് കിട്ടിയത്. അതിനെ ഞാൻ പിടിച്ചിരുന്നത്. ഞാൻ എന്തോ ഉണ്ട് പഠിക്കാം ഒരു ധാരണയില്ല. ആ ഒരു സംഭവം ഞാൻ എൻ്റെ സ്റ്റുഡൻസ് എല്ലാം പറയാറുണ്ട്. നിങ്ങൾ MBBS കിട്ടാത്തതിൻ്റെ പേരിൽ വന്നവരാണ് പലരും. ആ നിരാശ നിങ്ങൾ ഉണ്ടാകും. അത് ആരെയും കുറ്റം പറ്റി കാര്യമില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ വിട്ടുപോകില്ല. നിങ്ങൾ ആരെക്കാളും വലിയ വലിയ ഡോക്ടർമാരായിട്ട് മാറും എന്ന് പറയാറുണ്ട്. ഞാൻ 1976 ഹോമിയോപ്പതി കോളേജിലോട്ട് വരുന്നത്, പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. അന്ന് ഇവിടെ 2 ബാച്ച് ഉണ്ടായിരുന്നു സ്റ്റുഡൻസ്. 56 സ്റ്റുഡൻസ് ആയിരുന്നു. 60 സ്റ്റുഡൻസിനെ എടുത്തത്. പക്ഷെ 4 പേര് കൊഴിഞ്ഞു പോയി. വേറെ 56 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. 56 സ്റ്റുഡൻസിനെയും ഞാനും ഡോക്ടർ രമേശും കൂടി മാനസാന്തരപ്പെടുത്തിയത്. ഡോക്ടർ രമേശ് നന്നായിട്ട് സ്പീച്ച് ചെയ്യും, ഓർഗൺ നല്ലോണം എടുക്കും. ആ രമേശിന്റെ ക്ലാസ്സും എൻ്റെ ഇടവിലും കൊണ്ടാണ് അന്ന് 2 ബാച്ച് അവിടെ നിന്നത്. ഇന്ന് കഴിഞ്ഞപ്പോൾ അവര് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരുമുണ്ട്, വളരെ മിടുക്കന്മാരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പല ആളുകളും. ഇതൊക്കെ എനിക്കൊരു പറയാനുണ്ട്. ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയില്ല. ലാക്ടസ് എന്നുള്ള മരുന്നും സ്ട്രോക്കിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. ലാക്ടസ് നമുക്ക് 0 ഭാഗത്തിലാണ് കൂടുതൽ ആക്ഷൻ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 200 ആണ്. കൽക്കരിയെ കാർബ് കൊടുക്കുന്നുണ്ട്. അതും 30 പൊട്ടൻഷ്യലാണ് കൂടുതൽ കൊടുക്കാറുണ്ട്. കൽക്കരിക്കാർ 30ക്ക് വേറെ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അത് സംസ്ഥാനം ഞാൻ പറയാം. ക്യാൻസറിന്റെ പെയിൻ മാറ്റാൻ പറ്റിയ ഒരു സിദ്ധൌഷധമാണ്. ഏതുതരം ക്യാൻസർ ആണെങ്കിലും ഒരു 24 മണിക്കൂറിന് പെയിൻ കംപ്ലീറ്റ് മാറും. അത് മോർഫിൻ കൊടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മോർഫിന് എല്ലാം 4 മണിക്കൂറിൽ 2 ഗുളിക വെച്ച് കൊടുക്കും. രാത്രി കിടക്കാനത്ത് ഒരു 3 കൊടുക്കും. പിന്നെ പാലാത്തി കൊടുക്കും. അങ്ങനെ 5-6 ഡോസ്, 5-6 ടാബ്ലറ്റ്, 5-6 ഉണ്ടാവും. 6 പ്രാവശ്യം അങ്ങനെ കൊടുക്കാത്ത പ്രശ്നമില്ല. ആ രോഗികൾ വരെ ഈ മരുന്ന് കൊണ്ട് കൽക്കരിയെ കാർബ് 30 കൊണ്ട് പെയിൻ മാറ്റി. ഇന്നും ഞാൻ കൊടുക്കുന്നത് അത് തന്നെയാണ് കേട്ടോ, തുറന്നു പറയാം. കൽക്കരി കാർബ് 30 കൊടുത്താൽ ഏത് ക്യാൻസർ പെയിനും മാറ്റാം. ഫോബിയമൊക്കെ അവിടെ 2ാമത് പറ്റുള്ളൂ. ഞാൻ ആദ്യം ഉപയോഗിക്കേണ്ട മരുന്നാണ് ഫോബിയം. പിന്നെ കലണ്ടര ഉപയോഗിക്കാറുണ്ട്, കലണ്ടര പെയിൻ. അല്ലേ, അത് അതിനേക്കാളും എല്ലാം എനിക്ക് ഉപരിയായിട്ട് കിട്ടിയിരുന്ന മരുന്നാണ് കൽക്കരിക്കാർ പെയിനിന് വേണ്ടി, ക്യാൻസർ പെയിന് വേണ്ടി ഏറ്റവും നല്ല മരുന്നാണ്. ലാക്ടസ് കൊണ്ടിട്ട് സ്ട്രോക്ക് മാറിയിട്ടുണ്ട്. സ്ട്രോക്ക് മാറി 2ാം ജീവിതത്തിൽ കടന്നു വന്ന ആളുകൾ 10-30 വർഷമായിട്ട് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. മണ്ണഞ്ചേരിയിൽ 2-3 ആളുകൾ ഇപ്പോഴും ഉണ്ട്. വയസ്സായി, എന്നെക്കാളും പ്രായമുള്ളവരായിട്ടുണ്ട്. അത് ഒന്ന് പറയാനുണ്ട്. ഒരു MH ആഷ എന്ന് പറയുന്ന ആളുണ്ടായിരുന്ന ആൾ ഈയിടെയാണ് മരിച്ചത്. ഒരു അസുഖമില്ല മരിക്കുമ്പോഴേ. ഒന്ന് സ്ട്രോക്ക് വന്നിട്ട് സൈഡ് തളർന്നു പോയതാണ്. അതാണ് ഞാൻ കൊടുത്തത് ലാക്ടസാണ്. അങ്ങനെ കൊടുത്തത് ലാക്ടസ് മുട്ടൻസിയാണ്. അത് പിന്നെ 0 ഭാഗത്ത് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. 30-200 കൊടുത്തിട്ടുള്ളത്. പിന്നീടാണ് 0 ഭാഗത്ത് 3 കൊടുത്തിട്ട് തുടങ്ങിയത്. 0 ഭാഗത്ത് തുടങ്ങിയിട്ട് വളരെ കൂടുതൽ നാളൊന്നുമില്ല, 10-15 വർഷമായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻട്രി ആയിട്ട് 0 ഭാഗത്ത്. കാരണം അതിനുള്ള ഗുണം വെച്ചാൽ മെഡിസിൻ അഗ്രിവേഷൻ വളരെ കുറവാണ്. മെഡിസിൻ അഗ്രിവേഷൻ തീരെയില്ല. 2-3 പില്ല് വീതം അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് റെഡിയായി കിട്ടും. ഇത്രയൊക്കെ മരുന്ന് കൂടുതൽ ഉപയോഗിക്കാറില്ല. വളരെ കുറച്ച് മാത്രങ്ങൾ ഉപയോഗിക്കുള്ളൂ. വലിയ രോഗങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളുടെ അനുഭവം കൂടെ പറയാം. അതിനകത്ത് എനിക്ക് കിട്ടിയ അനുഭവം കൂടെ ഞാൻ ചേർത്ത് കാലിച്ച് സംസാരിക്കാം. സ്ട്രോക്കിനെ കുറിച്ച് സാറിന്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ സാറ് പങ്കുവച്ചത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും കേസോ കൂട്ടിച്ചേർക്കൽ വേണമല്ലോ.
ആ അഭിപ്രായം മാത്രം കൂട്ടിച്ചേർക്കലും കൂടെ വേണം. അതാണ് അവരവരുടെ എക്സ്പീരിയൻസിൽ ഇത്രയും മരുന്നല്ലാതെ ഇനി ഏതെങ്കിലും കൊണ്ടൊക്കെ സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ കൂടി പറയാം. നിങ്ങൾ പറയുമ്പോൾ ഞാൻ കൊടുത്തിട്ട് ഓർക്കുക പലപ്പോഴും. ആ അപ്പോഴ് സാറ് ബാക്കി അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറയും. ഒത്തിരി പേരുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. ഭദ്രൻ ഡോക്ടറുണ്ട്, ഷഫീഖ് ഡോക്ടറുണ്ട്, സലീം കുമാർ ഡോക്ടർ, അനിൽ, സലീം കുമാർ ഡോക്ടറുണ്ട്, ധനേഷ് ഡോക്ടറുണ്ട്, ഒത്തിരി പേരുണ്ട്. പിന്നെ ജൂനിയർ ഡോക്ടർമാർ ഒത്തിരി പേരുണ്ട്. മുടുക്കന്മാരെല്ലാം ഒരുപാടുണ്ട് മനസ്സിലായി. അമ്പാടി അമ്മയുണ്ട്. ഹാൻഡ് റൈസ് ചെയ്ത ആർക്ക് വേണമെങ്കിലും സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇടാം. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സലീം കുമാർ ഡോക്ടറിലേക്ക് പോകാം. സലീം കുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. പലപ്പോഴും ഈ സബ്ഡ്യൂറൽ ഹെമറ്റോമ പോയേ മ്യൂട്ടായി പോയി. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ, സലീം കുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. സലീം കുമാർ ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യോ? എന്ത് പറ്റി? ശരി. വീണ്ടും മ്യൂട്ടായി പോണം. റേഞ്ച് കുറവ് വല്ലതും ഉണ്ടോ? അതായിരിക്കുള്ളൂ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂട്ടായി പോകുന്നുണ്ട്. സലീം കുമാർ ഡോക്ടറിനെ കോഹസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. നിങ്ങളെ മുഖം കൂടെ കാണിക്കട്ടോ. എനിക്ക് നല്ല മുഖം കൂടെ സലീം കുമാർ ഡോക്ടറിന്റെ മുഖം എറണാകുളം വിട്ടതൊക്കെ പിന്നെ കണ്ടിട്ടില്ല. അല്ല ഞാൻ സംസാരിക്കുന്നവര് നിങ്ങളെ വീഡിയോ കൂടെ ഓൺ ചെയ്യണം. സമാധാനമായി. മറ്റേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ഫുഡ് ഒരു പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഞാൻ അപ്പോൾ ചെയ്ത് വെച്ചാൽ. പിന്നെ സാറേ ഈ സബ്ഡ്യൂറൽ ഹെമറ്റോമ വന്ന കേസിൽ ചിലതിലൊക്കെ ഇങ്ങനെ അങ്ങനെ ഫോം ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പൊ റിസൾട്ട് കിട്ടുമ്പോൾ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്ന അവസ്ഥയിൽ അപ്പൊ രണ്ടെണ്ണത്തിൽ ഈ കോക്കുലസ് ആണ് അന്ന് ഞാൻ ഇങ്ങനെ റെപ്പട്രൈസ് ചെയ്ത് സിംറ്റംസ് എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അത് കോക്കുലസ് കൊടുത്ത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അത് സബ്ഡ്യൂറലിനുള്ള അല്ല, അത് ആ പേഷ്യന്റിന്റെ ആകെ തുക വെച്ച് കോക്കുലസ് വന്നിട്ടുണ്ട്. അതാണ് അതിന് കൂടെ ഉണ്ടാവേണ്ട കാരണം. അല്ലെ കോക്കുലസ് ഇപ്പോഴും നമ്മൾ സബ്ഡ്യൂറലിന് കൊടുത്താൽ പെട്ടെന്ന് എഫക്ട് ചെയ്യില്ല. അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കും. സംസാരത്തിന് പ്രശ്നം ഉണ്ടാവും നന്നായിട്ട് അല്ലേ? വൈപ്പാറ വരും, പാമ്പിന്റെ വിഷയങ്ങളെല്ലാം വരുന്നുണ്ട്. കൊറാലിയം സംസാരം പോകുന്ന കേസില് ബോത്രോസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ. ഇന്നെനിക്കൊരു കേസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരാളുണ്ട്. അന്ന് ഞാൻ ആ പേര് വയ്ക്കുമ്പോൾ പേരക്കാർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടായതാണിത്. നമ്മൾ എപ്പോഴും ഉണ്ടാവും. 5-6 മാസമായി തുടങ്ങിയിട്ട്. ഞാൻ പലതും നോക്കിയ മെഡിക്കലിൽ പോയി, നേരത്തും പോയി, ഇത് കുറഞ്ഞില്ല. ഞാൻ പറയാൻ ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു 48 മണിക്കൂറാകുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ് 48 മണിയാകുമ്പോൾ മാറ്റം ഉണ്ടാകുമ്പോഴും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഈ ചില പേഷ്യൻസ് അത് സ്ട്രോക്ക് ആയിരിക്കുമോ? ഞാൻ സ്ട്രോക്ക് ആണെന്ന് വിചാരിച്ച് ചില ചികിത്സിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ സംസാരം കുറച്ച് ദിവസമായിട്ട് ചിലപ്പോൾ അവർക്ക് സംസാരത്തിലൊക്കെ ചെറിയ തെറ്റ് ഇത് വരുന്നു, കുഴഞ്ഞു വരുന്നു, ഇതൊക്കെ വരുന്നു. അത് നമ്മൾ സ്ട്രോക്ക് ആണെന്ന് തന്നെ കണക്കാക്കേണ്ടതല്ലേ? പാരാലിസിസ് ഓഫ് ദ വോക്കൽ കോഡും ആകാം. അല്ല അങ്ങനെയല്ല, സൗണ്ടിന്റെ അല്ല സാറേ. പറയുന്ന വാക്കുകൾക്ക് തെറ്റ് വരിക, അല്ലെങ്കിൽ കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ തെറ്റ് വരിക, അങ്ങനെയൊക്കെ ആയി പോവുക. മറ്റേത് ത്രോട്ടിന്റെ വിഷയം കൊണ്ടല്ല, ലാരിങ്സിന്റെ പ്രോബ്ലം. അത്തരം കേസുകളിൽ അതും ഈ പറഞ്ഞ പോലെ ബോത്രോപ്സിന് നല്ല ചാനമുണ്ട്. ബോത്രോപ്സ് വല്ലാണ്ട് ഒരു മരുന്നാണ്. ബോത്രോപ്സ് ഏത് ബോത്രോപ്സ് 200. പിന്നെ ഫോസ്ഫറസ് വരും കേട്ടോ. ഫോസ്ഫറസ് നല്ല ആക്ടാണ്. ഫോസ്ഫറസ് 0.3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0.3 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ലെവൽ കഴിയാം, പിന്നെ 30 പോകാം, 200 പോകാം. ഇറവാത്രയിൽ നിന്ന് 30 പോലെ അത് അങ്ങനെ. അത്
ഗർഭത്തിൽ ഉള്ള ഗുണം വെച്ചാൽ ഒന്ന് അനക്കം ഉണ്ടാവും പെട്ടെന്ന്. നമ്മൾ ആദ്യമേ കയറി ചോറ് കൊടുത്താൽ പെട്ടെന്ന് അനക്കം ഉണ്ടാവില്ല. അതിന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ തോന്നുന്നു മരുന്ന് ആക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മരുന്ന് മാറാൻ സാധ്യതയുണ്ട്. ബി ആ ഫോഴ്സ് ടു ചേഞ്ച് ദ പ്രിസ്ക്രിപ്ഷൻ. ഗർഭത്തിൽ ആ കൊടുത്താൽ ഗുണം വെച്ചാൽ വിത്തിൻ 6 hours അല്ലെങ്കിൽ 4 hours ആക്ഷൻ കണ്ടു തുടങ്ങും. ആ അപ്പോൾ ആക്ഷൻ സ്ലോ ആകുമ്പോഴേക്കും അവർ തട്ടിപ്പൊട്ടിനനുസരിച്ച് ചെയ്യാം. ഉം. ഞാൻ പിന്നീട് ഈ 0 കൊടുത്താൽ 0 4 6 ടോളൊന്നും കൊടുക്കാറില്ല. 3 കൊടുക്കാറുള്ളൂ. ഓ അതിനകത്ത് ആക്ഷൻ കിട്ടിയാൽ പിന്നെ ജമ്പ് ചെയ്യുന്ന 30 ഓക്കെ സാറേ. ഇനി അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ എന്തോ ചോദിക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഡോക്ടർ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. പിന്നെ ഡോക്ടർ ഈ സംസാരിച്ച പോലെ മറ്റേ ഈ സ്ട്രോക്കിന്റെ ഇതിന് ആർണിക്ക കൊടുത്ത എൻ്റെ അനുഭവത്തിൽ ഞാൻ നോക്കാൻ പോയ ഒരു വിസിറ്റിംഗ് കേസിൽ പോയപ്പോൾ ഒരു അമ്മാവന് ഇതുപോലെ സ്ട്രോക്കിന്റെ ആരംഭം പോലെ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ആർണിക്ക കൊടുത്തു. ആർണിക്ക കൊടുത്തിട്ട് പിന്നെ അത് ഒരു ദിവസം ആർണിക്ക കൊടുത്തിട്ട് പിന്നെ ഫോസ്ഫറസ് 0.3 റിപ്പീറ്റ് ചെയ്തു. ഒരു ഔൺസ് വെള്ളത്തിൽ ഒരു 7-8 പിൽസ് ഇട്ടിട്ട് അത് 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ട്രോക്ക് കൂടുതൽ വൾഗറാവാതെ രക്ഷപ്പെട്ട ഒരു ഇതുണ്ട്. പിന്നെ അതിനകത്ത് ആ പേഷ്യന് പിന്നെ ഒരു കംപ്ലൈന്റ് ഉള്ളതെന്ന് വെച്ചാൽ പുള്ളിക്ക് സലൈവ, ഈ കൊച്ചുകുട്ടിയൊക്കെ ഞങ്ങള് വരുമ്പോൾ സലൈവ ഇങ്ങനെ ഒഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹം എപ്പോഴും ഒരു തോർത്ത ടവല വെച്ച് തുടച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അതിന് നമുക്ക് എന്തെങ്കിലും മാനേജ്മെന്റ് പറയാൻ പറ്റുമോ? എങ്ങനെ എങ്ങനെ രാവിലെ വൈകിട്ടും കൊടുക്കാവോ? കൊടുക്കാം. 2 നേരം കൊടുക്കാം. അത് 2-3 ദിവസം കൊടുത്തിട്ട് 2 ദിവസം മാക്സിമം നിർത്തിയേക്കാം. പിന്നെ കൊടുക്കാവും. ശരി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് സലി ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കേസ് ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു സംസാരിക്കുമ്പോ ഇങ്ങനെ കുഴഞ്ഞു വരുന്ന ഒരു ഇത്. അത് ഞാൻ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സോഡിയം പൊട്ടാസ്യം ഒക്കെ ഒത്തിരി കുറഞ്ഞിരിക്കുന്ന പോലെ കണ്ടു. അപ്പൊ ഞാൻ അവിടെ നാട്രമൂർ കൊടുത്തു. നാട്രമൂർ 6x ടാബ്ലറ്റ് ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് അങ്ങ് കൊടുത്തു. ഞാനങ്ങനെ കൊടുക്കാറുണ്ട്. സോഡിയം അങ്ങനെ കൊടുത്ത് അതെ അത് കൊടുത്തപ്പോ അതങ്ങ് മാറി. പുള്ളിക്ക് 1-2 ദിവസം കഴിഞ്ഞപ്പോ പുള്ളി നോർമലായി. പിന്നെ അതുപോലെ തന്നെ BP-യുടെ കാര്യം സാറ് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പൊട്ടാസ്യം നോക്കിയിട്ടുണ്ടോ? പൊട്ടാസ്യം കുറഞ്ഞ ആൾക്കൊന്നും നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. സോഡിയത്തിനും കാലിമൂറ് ഇതിനും പൊട്ടാസ്യം സോഡിയത്തിനാണ് നാട്രമുറിയാണ് 3x 6x അങ്ങനെയായിരുന്നു. കാലിമുറും അങ്ങനെ തന്നെ കൊടുക്കാവോ? അതെ കൊടുക്കാം. അങ്ങനെ തന്നെ കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ലോ BP വരുന്ന കേസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് ടാബ്ലറ്റ്സ് ചൈന വരും. അത് നമുക്ക് പൊട്ടൻസി 30 മതി. ഓക്കെ 30 കൊടുത്തിട്ട് ഗുണം കിട്ടിയിട്ട് പിന്നെ നിൽക്കുന്നെങ്കിൽ ഹൈ പൊട്ടൻസി കൊടുക്കാം. ശരി, ഓക്കെ, വെരി താങ്ക്സ്. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടറെ. അടുത്തത് നമ്മുടെ അനിൽകുമാർ ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും ഒരു പുതിയ മരുന്ന് ചിലപ്പോ പ്രതീക്ഷിക്കും. പുതിയ മരുന്നിന്റെ ആളാണ്. അതിന് ജയചന്ദ്രൻ ഡോക്ടർ ലോ ബിപിക്ക് വേറൊരു മെഡിസിൻ വിസ്കമാൽബം. വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ മുമ്പും പറഞ്ഞൊരു കേസ് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സലീം ഡോക്ടർ പറഞ്ഞ സബ്ഡ്യൂറൽ ഹെമറ്റോമ. എനിക്ക് ഒരു വലിയ കേസ് കിട്ടി. ഇന്ന് സാർ എന്ന് തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. ഒരിക്കൽ നമ്മുടെ മുമ്പ് IAPC തുടങ്ങിയ സമയത്ത് എനിക്ക് പറഞ്ഞിരുന്നു. അതായത് കിട്ടിയ ഇതെന്ന് പറഞ്ഞാൽ ഒരാള് നമ്മുടെ ഹൈദരാബാദില് റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴേ ഒരു കുട്ടികള് ക്രിക്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കോർക്ക് ബോൾ ഒരു അടി അടിച്ചു. പുള്ളിയുടെ ഉച്ചിയിൽ തന്നെ വന്ന് കൊണ്ട് പുള്ളി അൺകോൺഷ്യസ് ആയിട്ട് വീണു.
എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ 13.5 സെന്റിമീറ്റർ ഉള്ള ഒരു സബ്ഡ്യൂറൽ ഹെമറ്റോമ. എന്റെ കരിയറിൽ ഞാൻ ട്രീറ്റ് അയ്യോ ചെയ്തിട്ടുള്ള ഏറ്റവും ഓ വലിയ കേസാണ്. അതെ അതെ 13.5 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം 5 ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഒരു 5 ലക്ഷം രൂപ അടയ്ക്കാനായിട്ട്, ഓപ്പറേറ്റ് ചെയ്യാൻ, ഓപ്പൺ ചെയ്തിട്ട് ഹെമറ്റോമ മാറ്റാനായിട്ട്. ഒന്നുകിൽ ആട് മരിച്ചു പോവും, അല്ലെങ്കിൽ ഒരു സൈഡ് സ്ട്രോക്ക് ആയി പോവും, കാഴ്ച പോവും, അങ്ങനെ പല പല ഒക്കെ പറഞ്ഞു. ഈ പേഷ്യന്റിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് അവരെന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ പേഷ്യന്റ് കോൺഷ്യസ് ആയി. പക്ഷെ പുള്ളിക്ക് എന്താ പറയാ, എന്താ ഈ സബ്ഡ്യൂറൽ ഹെമറ്റോമ ഉണ്ട്, പക്ഷെ ചെറിയൊരു തലവേദന മാത്രമേ സിംറ്റം ഉള്ളൂ. അപ്പൊ ഇവരുടെ അടുത്ത് ഈ റിപ്പോർട്ട് തരാൻ ചോദിച്ചപ്പോൾ അവർ ഒരിക്കലും റിപ്പോർട്ട് തരത്തില്ല. എല്ലാ ഹോസ്പിറ്റലും റിപ്പോർട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്, ഫിലിം മാത്രം അയച്ചത്. ഫിലിം നോക്കിയപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടെന്നറിയാം, സൈസ് അറിഞ്ഞുകൂടാ. അങ്ങനെ അവർ ട്രിവാൻഡ്രത്ത് നിന്ന്, ഞാൻ ട്രിവാൻഡ്രം മെട്രോ കയറ്റി സ്കാൻ ചെയ്തപ്പോൾ 13.5 സെന്റിമീറ്റർ ഉണ്ട്. അവസാനം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്, മെയിൻ മെഡിസിൻ നമ്മുടെ ആർണിക്ക 3x ആയിരുന്നു. 3x, ദെൻ പ്ലസ് ക്രോട്ടാലസ് ഫോറിഡസ് 30, നാട്രം സൾഫ് 10m2 മോളിലോട്ടുള്ള ഡിഫറെന്റ് പൊട്ടൻസീസ് കൊടുത്തു. 4-5 മാസമായിട്ടും പേഷ്യന്റ് സിംറ്റം ഒന്നുമില്ല. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പം അത് 0.58 മില്ലിമീറ്റർ ആയിട്ട് കുറഞ്ഞു. അതിന്റെ ഫുൾ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ആർണിക്കയുടെ ഗുണമാണ് ഡോക്ടറെ. ആർണിക്കയുടെ ഗുണമാണ്. ഏറ്റവും കൂടുതൽ നാട്രൽ സൾഫ് ആർണിക്കയുടെ കൊടുക്കാൻ കാര്യം ഇൽ എഫക്ട്സ് ഓഫ് ഇഞ്ചുറി വെച്ചിട്ടാണ് നാട്രൽ സൾഫ് ഹയർ കൊടുത്തത്. CM വരെ കൊടുത്തിരുന്നു, ഒക്കേഷൻ ഡോസ്. അപ്പൊ അതില് ഞാൻ ഇത് ഈ സ്ട്രോക്കിന്റെ കാര്യത്തിൽ മനസ്സിലാക്കുന്നത് ആർണിക്കയാണ് ഏറ്റവും ഫസ്റ്റ് ഡ്രഗ്. അതെ അതെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, സ്ട്രോക്ക് വന്നാൽ ഉടൻ കൊടുത്താൽ അത് പെർമനന്റ് ഡിസബിലിറ്റിയിലോട്ട് പോവില്ല എന്നുള്ളതാണ് എന്റെ അനുഭവം. അത് ഉറപ്പാ. താമസിച്ചിട്ട് കൊടുത്താൽ പെർമനന്റ് ഡിസബിലിറ്റി ആവും. ആദ്യമേ വന്ന ഉടനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡിസബിലിറ്റി വരില്ല. പക്ഷെ അലോപ്പതിക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ഡിസബിലിറ്റി വരുന്നുണ്ട്, നമ്മൾ കൊടുത്താൽ ഡിസബിലിറ്റി വരില്ല. പക്ഷെ ഇത് പബ്ലിക്കിന് അറിയില്ല. പബ്ലിക് പറയുന്നത് ഇത് അശാസ്ത്രീയെന്നും മറ്റൊരു ഇളക്കമൊക്കെ മറ്റിഞ്ഞ് നടക്കുക. ആ സ്ട്രോക്ക് വന്ന ആരും നമ്മുടെ അടുത്ത് വരത്തുമില്ല. അതാണ് ബുദ്ധിമുട്ട്. ആരും നമ്മുടെ അടുത്ത് വരത്തില്ല. എല്ലാവരും ഒരു വലിയ വലിയ ആശുപത്രികൾക്ക് പോകും, 8,000 രൂപ ചെലവാകും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് സ്ട്രോക്ക് ഓർക്കാൻ. അതിൽ എൻ്റെ ഒരു അറിവ് പ്രകാരം നമ്മുടെ ഭദ്രൻ ഡോക്ടറും സ്ട്രോക്ക് വന്നപ്പോൾ ആർണിക്ക വെച്ചാണ് രക്ഷപ്പെട്ടെന്നാണ് എനിക്കുള്ള അറിവ്. ഭദ്രൻ ഡോക്ടറിന്റെ അനുഭവം ഒന്ന് എല്ലാവർക്കും ഷെയർ വിളിക്കാം. അതിന് മുമ്പേ ഈ സാംസങ് SM എന്നുള്ള ഒരു നമ്പർ കുറച്ച് നേരം കൊണ്ട് ഹാൻഡ് റൈസ് ചെയ്തിരിക്കും. നമുക്ക് അത് കഴിഞ്ഞിട്ട് ആരാണെന്നും കൂടെ ഒന്ന് ചോദിക്കാം. ഈ സാംസങ് എന്നുള്ള ഫോൺ ഹാൻഡ് റൈസ് പേര് വെക്കണം. ഇതില് പേര് ഫോണിന്റെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? വീഡിയോ ഓൺ ചെയ്ത് പേര് പറയാൻ പറയും. ഇന്ത്യ ആളില്ലേ? പോയോ? സാംസങ് വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോ ഓടിക്കളഞ്ഞാണ്. അല്ല, വീഡിയോ ഓൺ ചെയ്യാനല്ല പറഞ്ഞത്. അതായത് എല്ലാരും കേറുമ്പോ ഫോണിന്റെ പേര് വെച്ചാ പോരാ, ആളിന്റെ പേര് വെക്കണം. അല്ലെ നമുക്ക് ആളറിയാൻ പറ്റൂല. അല്ല ഹാൻഡ് റൈസ് നമുക്ക് വിളിക്കാൻ പറ്റൂല. അതെ, നമുക്ക് ആരെന്ന് പറഞ്ഞ് ഫോണിന്റെ പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റൂ. നമ്മൾ അറിയേണ്ട ആളാരാണ്. വീഡിയോ ഓണാക്കാനുള്ള തയ്യാറെടുപ്പിന് പോയതായിരിക്കും. വരും. ശരി, നല്ല കാര്യം. അപ്പൊ ഞാനിത് പറഞ്ഞു തീർന്നില്ല. ഈ ഒരു കേസ് എന്ന് പറയുന്നത് അവസാനം വിവാദമായിട്ട് ഹൈദരാബാദിൽ നിന്ന് ഒരു 10-30 പേഷ്യന്റ് കിട്ടുന്ന സ്റ്റേജിൽ പോയി. കാരണം ഇതൊരു ഭയങ്കര മിറക്കിളായിരുന്നു ഹോമിയോപ്പതിയുടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു, സാറ് നേരത്തെ പറഞ്ഞ പോലെ, ഒരു എന്താ പറയാ, ഒരു ലോകത്തിലെ നമ്പർ 1 ഉള്ള ഒരു ചികിത്സാശാസ്ത്രം എന്നാണ് എന്റെ. അതോടെ ഹോമിയോപ്പതിക്ക് നല്ലൊരു പേരും ഉണ്ടായി. അനിൽകുമാർ ഡോക്ടർക്ക് അല്ല, ഞാൻ അവരെന്നെ പല പ്രാവശ്യം ക്ഷണിച്ചിട്ട് ഞാൻ ഹൈദരാബാദിലെ ഒരു നമ്മുടെ CJ വർഗീസ് ഡോക്ടർ ഒരു സെമിനാറിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്ന ഹോട്ടലിൽ 25 പേര് എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഹൈദരാബാദിൽ ഞാൻ പോയിട്ടുമില്ല. ആദ്യമായിട്ട് നേരെ ഹിന്ദി പറയാനും പറഞ്ഞുകൂടാ. അവസാനം ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. പേരും പ്രശസ്തിയൊക്കെ ഹൈദരാബാദ് എത്തി. അപ്പൊ അത് ഈ ഒറ്റ കേസ് ചെയ്തായിരുന്നു. അത് ആ 13.5 സെന്റിമീറ്ററുള്ള സംഭവം അബ്സോർവ് ചെയ്ത് പോയാണ്. അപ്പൊ അത് നമ്മുടെ ഓരോ ഡോക്ടർമാർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വലിയ അറിവാണ്. നമ്മൾ ശ്രമിക്കാം, എല്ലാവരും ശ്രമിക്കാം. പറ്റും, പേടിക്കേണ്ട കാര്യത്തിൽ. അതല്ല, പല ആൾക്കാരും ചെയ്യില്ല. പാരാലിസിസ് ഒന്ന് അലോപ്പതി ചികിത്സ നടത്തി വലിയ ഇംപ്രൂവ്മെന്റ് ഇല്ല എങ്കിൽ പോലും വരൂല്ല. അല്ല, വലിയ ഇംപ്രൂവ്മെന്റ് ഇല്ലാതാകുമ്പോഴേ വരുള്ളൂ. ആദ്യമേ വന്നാൽ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ അലോപ്പതി ഹോസ്പിറ്റലിൽ ആർണിക്കയും കൂടെ വയ്ക്കേണ്ടതാണ്. എന്നാ പോലും ആദ്യം നമ്മളെ കാണിക്കാൻ.
അതെ, അലോപ്പതി ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടേഷൻ കൂടെ കൊടുക്കാമെങ്കിൽ ഇതങ്ങ് നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഉഷ ഡോക്ടറുടെ മദറിനും ഇതുണ്ടായി. വീട്ടിൽ വെച്ച് സ്കാൻ ചെയ്ത് സ്ട്രോക്ക് പറ്റിയ സിംറ്റം കാണിച്ചുകൊണ്ട് ആർമിക്ക് കൊടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇത് കാണാനില്ല, ക്ലോട്ട് കാണാനില്ല, അബ്സോർബ് ചെയ്ത് പോയി. അപ്പം നമുക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റും. എനിക്ക് 2-3 കോൺട്രാക്ട്. അതെ അതെ ആദ്യത്തെ അതല്ലേ സ്കീമിൽ കൊണ്ട് ആദ്യത്തെ എമറ്റമ ഉണ്ടാവും, അത് രണ്ടാമത്തെ കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ എന്റെ പല്ലെടുക്കാൻ പോയപ്പോഴ് ഇതുപോലെ പല്ലെടുക്കുന്നതിന് മുമ്പ് ആർണിക്കം കഴിച്ചിട്ടാണ് പോണത്. പല്ലെടുത്ത് കഴിയുമ്പോൾ അവർ പറയും ആക്മെന്റിനൊക്കെ കഴിക്കുന്നത് വലിയ പ്രിസ്ക്രിപ്ഷൻ തന്നു. ഞാൻ പറഞ്ഞു കഴിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പം ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോഴത്തേക്ക് അവർ വെച്ച് കഴിച്ചത് ഞാൻ പറഞ്ഞു ഡോക്ടർ നോക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഹീലായി. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ആർണിക്കാന്നൊരു മെഡിസിൻ 200 ആണ് കഴിച്ചത്. അപ്പൊ അവർക്ക് അത്ഭുതം. പക്ഷെ എന്നാലും അവർ അതിൽ കൂടുതൽ ഇങ്ങോട്ട് അന്വേഷിക്കുന്നില്ല. ചെയ്യുന്ന ഡോക്ടർമാരുണ്ടെന്നൊക്കെ നമ്മുടെ ഡോക്ടർ എഹിയെ പറയുന്നത്. ഓക്കെ. അപ്പൊ ദാറ്റ് ഈസ് ആർണിക്ക. എനിക്ക് ജനറൽ ഡോക്ടർ ഉണ്ടായിരുന്നു കൂട്ടുകാരൻ. അദ്ദേഹം ഇപ്പൊ പലതും എന്നത് വാങ്ങി വെക്കാറുണ്ടായിരുന്നു. അതെ അതെ ആർണിക്കൊക്കെ പുള്ളി കൊടുക്കുന്ന സാധനങ്ങളാണ്. ഒന്ന് നമുക്ക് ആന്റിബയോട്ടിക് പുള്ളി വൈറസ് എക്സ്ട്രാക്ട് സെറ്റ് ചെയ്യാൻ ആവുന്ന. അതെ സർജിക്കൽ എക്സ്ട്രാക്ഷൻ ആണെങ്കിലും പുള്ളി ആർണിക്ക കൊടുക്കും. ആർണിക്ക കൊടുക്കും. അതെ ഓക്കെ അനിൽകുമാർ ഡോക്ടർ, ഈ ഓക്കെ. സാംസങ് തിരിച്ചു വന്നിട്ടുണ്ട്. സാംസങ് എന്നുള്ള ഫോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ആരാണ്? അയാളുടെ പേര് മിസ്റ്റർ ഡോക്ടർ ഹാംസങ് എന്നാണോ? സാംസങ് ഫോൺ ആരുടെയാണ്? ഡോക്ടർ സാംസങ് എന്നാണെന്ന് സാർ ചോദിക്കുന്നത്. ഒന്ന് സംസാരിച്ചോളൂ കേട്ടാ. സാറിനോട് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ സംസാരിക്കും. വീഡിയോ ഓൺ ചെയ്യാം പ്ലീസ്. വീഡിയോയോ ഓഡിയോയോ ഒക്കെ ഓൺ ചെയ്ത് സംസാരിക്കാം. ഓപ്ഷൻ ഇട്ടതാണ്. സംസാരിക്കുന്നില്ലെങ്കിൽ അടുത്ത ആളിലേക്ക്. സലീം കുമാർ ഡോക്ടർ പിന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ഇത് ഞാനാ ശൈല. എന്റെ അയ്യോ, പേരാണ് ശാന്താചന്ദ്രൻ മാഡം ആണ് കേട്ടാ ആ നമ്മുടെ. അതെ, സാംസങ് അല്ല. സാംസങ്. എങ്ങനെ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ മാഡത്തിന്റെ പേര് ഫോണിൽ വരാനുള്ള വഴി ചെയ്തു തരാൻ പറയണം. എന്റെ പേരാ വെച്ചിരുന്നത്, ഇതിൽ തന്നെ ഞാൻ ക്ലാസ് പക്ഷെ സാംസങ് SM-T2 എന്നാ മാഡം എഴുതി കാണിക്കുന്നത്. അതെന്താന്ന് എങ്ങനെ പറ്റിയെന്ന് അറിയില്ല. അത് മക്കളെ ആരെങ്കിലും കൊണ്ടൊന്ന് ശരിയാക്കിച്ചാൽ മതി. കാണിക്കാം. ഓക്കെ, മാഡത്തിന് എന്താണ് ചോദിക്കാനുള്ളത്? പല്ലെടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ അനിൽകുമാർ ഡോക്ടർ? നാളെ പല്ലെടുക്കണം. അപ്പൊ ഇന്ന് എന്താ കഴിക്കണം? നേരത്തെ അഡ്വാൻസ് ആയിട്ട് കഴിച്ചാൽ മതി. 200 കഴിക്കുക ആദ്യം. 2-3 ദിവസം 1 hour കഴിഞ്ഞിട്ട് നേരെ പോയി എടുത്തോ. എടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്താൽ മതി. കണ്ടിന്യൂ ചെയ്യാം. ഒരു 24 hours കൊണ്ട് നീരെല്ലാം വലിഞ്ഞു പോകും. ഞാൻ 20 ദിവസം കൊടുക്കാറുള്ളത്. പല്ലെടുക്കണമെന്ന് പറഞ്ഞാൽ 20 ദിവസം പൊതിഞ്ഞു കൊടുക്കും. പല്ലെടുക്കുമ്പോൾ 3 എണ്ണം കഴിക്കാൻ പറയും, ശേഷം ബാക്കി കഴിക്കാൻ പറയും. ഒറ്റ കേസും പുറകെ പോയിട്ടില്ല. 100% എഫക്റ്റീവ് ആണ്. പിന്നെ ഡോക്ടർ എടുത്തു കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് കൊണ്ട് ഇത്തിരി കലണ്ടുള്ള ടെൻഷൻ വെച്ച് കുലുക്കും കൂടെ ഒഴിഞ്ഞാൽ വായില് കംപ്ലീറ്റ് സംഭവം കാണൂല അവിടെ. ഇനി എനിക്കൊരു കേസും കൂടെ ഡോക്ടറോട് ചോദിക്കാനുണ്ട്. അത് ഈ എൻഡോമെട്രിയൽ ഒരു 18 ദിവസം ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പൊ വല്ല ഫൈബ്രോയിഡ് ആയിരിക്കും എന്ന് വെച്ച് സ്കാൻ ചെയ്തപ്പോൾ എൻഡോമെട്രിയൽ തിക്നെസ് 15. അപ്പൊ വീണ്ടും ബ്ലീഡ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? അവിടെ തുഴാൻ മതി ഡോക്ടറെ, തുഴാത്ത് 30 കൊടുത്താൽ മതി. എൻഡോമെട്രിയം തിക്നെസ് കൂടുതലുമ്പോഴത്തേക്ക് തൂജ എത്ര ദിവസം കൊടുക്കണം? ഡെയിലി 3 ദിവസം കൊടുക്കുക. 5 ദിവസം കൊടുത്തിട്ട് 5 ദിവസം കൊടുത്തിട്ട് അതൊക്കെ 2 ദിവസം ബ്രേക്ക് ചെയ്യാം. പിന്നെയും വേണമെങ്കിൽ ആവശ്യമായി കൊടുക്കുക. ഒരു 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും സ്കാൻ എടുത്താല് വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പൊ ഇത് 35 years ഉള്ള ഒരു ലേഡിക്കാണ്. പിന്നെ ഈ PCOS ഉള്ള ഒരു കുട്ടിക്ക് 15 വയസ്സുള്ള ആ കുട്ടിയുടെയും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ്. അവര് പറഞ്ഞ പകൽ എത്ര ബ്ലീഡിങ്ങില് രാത്രി ആകുമ്പോൾ നല്ല ക്ലോട്ട്സും ബ്ലീഡിങ്ങും ഉണ്ട്. അതിന് ഞാൻ സ്കാൻ ചെയ്യിച്ചില്ല. PCOS ആണ്. രാത്രി ബ്ലീഡിങ് കൂടുതൽ ബന്ധമുണ്ടല്ലോ നമുക്ക്. ഉണ്ടല്ലോ. നൈറ്റ് ബ്ലീഡിങ് മാത്രമുള്ള 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അപ്പൊ never at day എന്ന് പറയും. ബ്ലീഡിങ് only at night, never at day. ഡേയിലും ബ്ലീഡിങ് ഉണ്ട്, നൈറ്റിൽ കൂടുന്നെന്ന് പറഞ്ഞു.
അത് ഞാൻ ഒന്നുകൂടെ നോക്കിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈയിടെ നാളെ വന്നു കഴിയുമ്പോ ചോദിച്ചിരിക്കും 10 ദിവസമായി ബ്ലീഡിങ് നിന്നിട്ടില്ല. കുട്ടി കോളേജിൽ പോകാൻ പറ്റുന്നില്ല. ഡോക്ടറെ, അത് പല കേസുകളും നമുക്ക് കൺട്രോൾ ആവാതെയും വരുന്നുണ്ട് സാറേ. അതെ അതെ. ആ അൺകൺട്രോളബിൾ ആയിട്ട് വരുന്നു. ഡോക്ടർ പണി അതിന് ആ ആ തൽക്കാലം എറിജിറോൺ കൊടുക്കുക. എർജിറോൺ പൊട്ടൻസി ആണോ? ടീഞ്ചർ ടീച്ചർ. ഓക്കെ. എറിജിറോൺ ഒരു 8 ഡ്രോപ്സ് വെച്ചിട്ട് ഒരു ആ 4 hours കൊടുക്കും. ശരി. 10 നേരം കഴിയുമ്പോൾ ബ്ലീഡിങ് കൺട്രോൾ ആവും. ആ ഓക്കെ. മാഡം ഇപ്പൊ വീഡിയോ ഓൺ ചെയ്ത പോലെ അപ്പോഴേ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആവൂലെന്ന് കൺഫ്യൂഷൻ എനിക്കറിഞ്ഞു. ഞാൻ ആവും. ഇപ്പഴാ നോക്കി എന്റെ ഫോണിന്റെ പേരാ വന്നിരിക്കുന്നത്. ഞങ്ങള് വെറുതെ വേറെ വല്ലരും പറ്റിക്കാനാണോ എന്നൊക്കെ വിചാരിച്ചു പോയി. ഞാനും അതെ, ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഓഫ് ചെയ്തപ്പോ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞില്ല. അപ്പോഴും ഞാൻ പിന്നെ ഇത് ചെക്ക് ചെയ്തു. ഓക്കെ ഡോക്ടറെ മാഡം, ഡോക്ടർ തെറ്റിദ്ധരിക്കണ്ട, നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഹാക്കേഴ്സ് കയറാറുണ്ട്, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ. അല്ല, പിന്നെ അങ്ങ് അപ്രത്യക്ഷമായി, കുറച്ചു നേരം കാണാനില്ലായിരുന്നു, അതുകൊണ്ടാണ് വിളിച്ചപ്പോ. അടുത്തത് നമുക്ക് ഭദ്രൻ ഡോക്ടറും ഷഫീഖ് ഡോക്ടറും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭദ്രൻ ശരി, താങ്ക് ഡോക്ടറിലേക്ക് യു ഡോക്ടർ, താങ്ക് യു. ഓക്കെ മാഡം. ക്ലോട്ടാടെ സ്റ്റെന്നം കൊടുത്തു നോക്ക്. ഏതിന്? ഞാൻ പിന്നീട് കഴിയുന്നിടത്തോളം ഈ എറിജിറോൺ കൊടുത്ത് കൺട്രോൾ ആകാൻ കൊടുത്തിട്ട് മതി. അതുകൊണ്ട് കൺട്രോൾ ആകാൻ കൊടുക്കാവൂ. സലീം കുമാർ ഡോക്ടർ ബ്ലീഡിങ്ങിനാണോ പറയുന്നത്? ഓക്കെ. ഭദ്രൻ ഡോക്ടറുടെ സ്വന്തം അനുഭവം ഭദ്രൻ ഡോക്ടർ പങ്കുവയ്ക്കും. ഭദ്രൻ ഡോക്ടറെ പറഞ്ഞോളൂ. എനിക്ക് 2.5 വർഷത്തിന് മുമ്പാണ് ഒരു സ്ട്രോക്ക് ഉണ്ടായത്. അത് എന്റെ അനുഭവം എന്ന് വെച്ചാൽ രാവിലെ നിന്ന് കാപ്പിടിച്ചൊരു ശലം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വൊമിറ്റ് ചെയ്ത് ഭയങ്കര തലവേദനയായിട്ട് വൊമിറ്റ് ചെയ്തു. ആദ്യത്തെ തവണ ചതിച്ചപ്പോഴേ എനിക്ക് തോന്നി സ്ട്രോക്ക് ആയിരിക്കണം. അത്രയും ബാക്കിൽ നിന്ന് ആരെ പിടിച്ച് തള്ളുന്ന കണക്കുള്ള സെൻസേഷൻ ആയിരുന്നു. അപ്പോ ഉടൻ തന്നെ സ്കാൻ ചെയ്ത് പോൺലൈൻ ഹെമറേജ് ആണെന്ന് മനസ്സിലായിരുന്നു. അപ്പോ ഞാൻ കൈയോടെ തന്നെ ഇവിടുന്ന് ആദ്യം ആർണിക വണ്ണം കഴിച്ചിട്ട് ആർണിക 30 പിന്നെ കുറച്ച് എടുത്തോണ്ട് പോയി. ആർണിക 30 ബോത്രോക്സോൾ എടുത്തോണ്ട്, രണ്ടും ആൾട്ടർനേറ്റ് ചെയ്ത് 5 മിനിറ്റ് പക്ഷെ ആൾട്ടർനേറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് വണ്ടി ഓടിയെത്തിയപ്പോഴത്തേക്കും ക്ലോട്ടെല്ലാം പോയി. അവിടെ ചെന്ന് രണ്ടാമത് അനന്തപുരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരൊന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ക്ലോട്ട് ഡിസോൾവ് ചെയ്ത് പോയിട്ടുണ്ട്, ക്ലോട്ടെല്ലാം റിസോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തി. പിന്നെ അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു ബെൽസ് പാൾസിയാണ് അതിന്റെ എഫക്റ്റ് ആയിട്ട് പിന്നെ ഉണ്ടായത്. അന്നപ്പോൾ ഫേസിൽ ഒരു സൈഡ് പാരാലിസിസ് ഉണ്ടായത്. അത് ബാക്കിയുള്ള എല്ലാം ശരിയായി. അത് പിന്നെ ഒരു 3 ആഴ്ച കൊണ്ട് പിന്നെ നമ്മളെ മരുന്നും കൂടെ കഴിച്ച് ഫിസിയോതെറാപ്പി കൂടെ ചെയ്തപ്പോഴത്തേക്കും എളുപ്പം ശരിയായി കിട്ടി. പിന്നെ എനിക്ക് ഈയിടയ്ക്ക് ഒരു 2 മാസം ആവുന്നുണ്ട്. 2 മാസം മുമ്പ് ഒരു ദിവസം ഒരു പനി, സിവിയറായിട്ട് പനി വന്ന് രാത്രിയില് ഇടയ്ക്ക് ഒരു 3 മണി 4 മണിയായപ്പം ഉണർന്ന് എണീറ്റ് മൂത്രം ഒഴിക്കാന്ന് ചോദിച്ചാൽ എണീറ്റിരിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ബാക്കിലോട്ട് മറിഞ്ഞു വീഴുന്നുണ്ട്. 3-4 തവണ നോക്കിയിട്ട് അങ്ങനെ വീഴുന്നുണ്ട്. അപ്പൊ എനിക്ക് വീണ്ടും ഒരു സ്ട്രോക്കിന്റെ സംശയമായിട്ട് ഞാൻ എന്റെ പാന്റിന്റെ പോക്കറ്റിൽ എല്ലാവരും തപ്പി മരുന്നെടുത്തിട്ട് എപ്പോഴും പോക്കറ്റ് ഇട്ടേക്കും. അങ്ങനെ എടുത്ത് കഴിച്ചു. 1 മണിക്കൂറിനകത്ത് തലവെച്ച് മാറി. എന്നാലും രാവിലെ അനന്തപുരി ചെന്ന് രജിസ്ട്രേഷനിൽ വേണ്ടി നോക്കി. അപ്പൊ മൈക്രോ ബ്ലീഡേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ വേറെ ബാക്കി പനിയുടെ ഉള്ളൂ. പനിയുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒബ്സർവേഷനിൽ കിടന്നിട്ട് പോന്നു. ഡോക്ടർ ലാക്കസിന് 2 ദിവസം കഴിച്ചാണ്. പിന്നെ റിപ്പീറ്റേഷൻ വരുന്നത് പറയും. പൊട്ടൻസി പെർസിസ്റ്റന്റ് ആയിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക്. അപ്പൊ ലാക്കസിന് 10 കഴിച്ചാൽ മതി. കേട്ടോ, കൺട്രോൾ ആയിക്കോളും. ശരി, താങ്ക് യു ഡോക്ടർ. ഓക്കെ. അപ്പോ എന്തായാലും ഭദ്രൻ ഡോക്ടർ അനുഭവം പങ്കുവച്ച് ഭദ്രൻ ഡോക്ടർക്ക് ഉപകാരപ്രദമായ മെഡിസിനും കിട്ടി. അപ്പൊ എന്തായാലും അത് നല്ല കാര്യം. ഇനി വേറെ ഷഫീഖ് ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റിയില്ല. ഷഫീഖ് ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചോളൂ. കേൾക്കാം. കാണാൻ ചെയ്യാം.
അത് നമ്മളെപ്പോഴും കാണുന്നില്ല, കണ്ടുപിടിക്കും. ഫോട്ടോയോ കാണുന്നുള്ളൂ, കാണുന്നില്ലല്ലോ. ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ ആള് കുഴപ്പമില്ല, ആ, തിരിച്ച് നരയുണ്ടെന്നുള്ളതേ കുഴപ്പമൊന്നുമില്ല, ആൾ ഉള്ളൂ. സുന്ദരനാ. കുറച്ചുകൂടെ നരയുണ്ടെന്നുള്ളതേ ഉള്ളൂ സാറേ. പിന്നെ അതല്ല, നമുക്ക് സിമ്പിളായിട്ട്, കാരണം എനിക്കൊരു കേസ് എന്ന് പറഞ്ഞാൽ അവര് ഗോകുലം മെഡിക്കൽ കോളേജിൽ ഒരു 76 വയസ്സുള്ള ലേഡിയാണ്. അവര് ആക്റ്റീവായിട്ട് അടുക്കള ജോലി വരെ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ബാത്റൂമിൽ മറിഞ്ഞു വീണു, എടുത്തുകൊണ്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി. അവർ പറഞ്ഞു സ്ട്രോക്കാണ്, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ് പ്രത്യേകിച്ച് ഇനി ഇത്രയും ഏജൊക്കെ ആയതുകൊണ്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല. അവർ 3-4 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ഫിസിയോതെറാപ്പിയോ എല്ലാം ഒക്കെ നോക്കാൻ പറഞ്ഞു. അവസാനം വീട്ടിൽ വന്നിട്ട് അവരുടെ ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നിന്ന് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഡോക്ടറെ ഒന്ന് ദിനചര്യകളെങ്കിലും അവർ ചെയ്യണ കണ്ടീഷൻ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത് വെറും ആർണിക്ക 30, ഭദ്രൻ ഡോക്ടർ പറഞ്ഞ പോലെ ആർണിക്ക 30, ബോത്രോസ് 30, ഇത് മാത്രം ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവര് സുഖമായിട്ട് ഒന്നര ആഴ്ചയായിട്ട് എടുത്തു, സുഖമായിട്ട് നടന്നു. ഇപ്പോഴേ അടുക്കളയിലെ ജോലി വരെ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മെഡിസിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അലോപ്പതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിടുന്ന കേസുകൾ വരെ നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ മരുന്നില് ഇത്രയും എഫക്റ്റ് ഉള്ളതാണ്. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ, കാരണം നമുക്കൊരു വളരെ നല്ല അനുഭവം കേട്ടോ. എനിക്ക് ഒരുപാട് കേസുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ആൾട്ടർനേറ്റീവ് കൊടുക്കാറില്ല. ആണെങ്കിൽ കൊടുത്ത് പിന്നീട് വേണമെങ്കിൽ പോത്തെടുത്ത് കൊടുക്കും. എത്ര വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ. ഞങ്ങൾക്ക് സാറിന്റെ അത്ര ക്ഷമയില്ല, അതുകൊണ്ടാണ്. അല്ല സാറേ, എല്ലാ ഒരിക്കലും ഹോമിയോപ്പതി തന്നെ സിംഗിൾ മെഡിസിൻ അറ്റ് എ ടൈം. നമ്മള് മെഡിസിൻ മിക്സ് ചെയ്തല്ലേ കൊടുക്കുന്നത്. ആ ആണെങ്കിൽ അവിടുത്തെ പോയിന്നേ ഈമാൻ കൊണ്ട് കൊടുക്കുക. സാറേ, ഈ കുറച്ച് പഴയ കേസുകൾക്ക് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലൈനുണ്ടോ, അപ്രോച്ച് ഉണ്ടോ? എന്താ സ്ട്രോക്ക് വന്നിട്ട് കുറച്ച് നാളായിട്ട് പേഷ്യന്റ് അലോപ്പതി ഗുളികയും കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. 6 മാസമോ 1 വർഷമൊക്കെ അത്തരം കേസ് നമ്മൾ തോന്നാൻ നമുക്ക് നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. കോസ്റ്റിക്കമാണ് കൂടുതലായിട്ട് വരുന്നത്. കോസ്റ്റിക്കം വണ്ണം ഡെയിലി 10 months 10 days കൊടുക്കുക. കൊടുത്താലേ മാറ്റം ഉണ്ടാവും. കൊടുത്തു നോക്കിട്ട് ഒരു 2 മാസം once in 10 days വണ്ണം പൊട്ടൻസി. 10 days. ഓക്കെ once in 10 days അല്ലോ. പിന്നെ എല്ലാം കൂടെ കൊടുക്കണേ, അല്ലെങ്കിൽ കാശ് കിട്ടൂല. അല്ലേ പറഞ്ഞ അയാള് 3 പൊടി വന്നിട്ട് എൻ്റെ അടുത്ത് 200 രൂപ മാറ്റെന്ന് പറയും. അത് പറയുന്നില്ല. അല്ല, 200 ആണെങ്കിൽ വേണ്ടിയില്ല. 200 അല്ല നമ്മൾ വാങ്ങണം, അതിനേക്കാൾ കൂടുതലാ. സാറ് പറഞ്ഞ മറ്റേ റെപ്പർട്ടറി രമേശൻ സാറിന്റെ കാര്യമാണോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് റെപ്പർട്ടറി എടുത്തിരുന്ന രമേശ് സാറിന്റെ കാര്യമാണോ പറഞ്ഞേ? രമേശല്ല, രമേശ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. രമേശാ, ആ രമേശ് സാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പേഷ്യന്റിന് അത്യാവശ്യം ഹോമിയോപ്പതി, സാർ ഇത്തരം മരുന്നുകൾ ഞാൻ കഴിക്കണോ, ആക്ച്വലി ഇതിൽ എത്ര ഡോസ് ഹോമിയോ മെഡിസിൻ ഉണ്ട്, ഐ ക്യാൻ പേ വാട്ട് എവർ യു ടെൽ എന്ന് പറഞ്ഞിട്ട് ഏതോ 4 പൊതി അത് മാത്രം കഴിച്ചാന്ന് പറഞ്ഞു. ഓക്കെ, അയാൾ ചോദിച്ച കാശ് വെച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എമർജൻസി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. 3 മിനിറ്റേ ഉള്ളൂ. എനിക്ക് വന്ന് തന്നില്ലല്ലോ ആരും. സാറിന് അങ്ങോട്ട് ആരും മെഡിസിൻ ഒന്നും തന്നില്ല. എനിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള മറന്നുപോയ കാര്യങ്ങളാ. പുതിയ മരുന്നുകളൊന്നും പറഞ്ഞില്ലെന്നാണ് പറയുന്നത് അല്ലേ? പുതിയല്ല, അല്ല പുതിയതല്ല, പഴയത് പുതിയ അനുഭവത്തിൽ പറയാം. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുത്തി ആരംഭിക്കുകയാണ് കേട്ടോ. 100% അർണിക്ക എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു റിവൈവർ ആണ് സംഭവം. റിവൈവറാണ്. ഓക്കെ, അപ്പം നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചു. ആർണിക്ക ഹയർ പൊട്ടൻസി, പിന്നെ അല്ല ലോവർ പൊട്ടൻസി ക്ലോട്ട് അലിയിപ്പിക്കാനും ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ ഹയർ പൊട്ടൻസി എന്നല്ലേ സാധാരണ പറയുന്നത്. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് കൊടുത്താലും സംഭവിക്കുന്നുണ്ട്. ലോവർ കൊടുത്താലും സംഭവിക്കും, ഹയർ കൊടുത്താലും സംഭവിക്കുന്നു. ആർണിക്ക ലോവർ കൊടുത്തിട്ട് ഹയർ കൊടുക്കുന്നത് നല്ലത്. അതെ. ഓക്കെ, ശാന്താചന്ദ്രൻ മാഡം വീണ്ടും ഹാൻഡ് റൈസ് ചെയ്താണോ? മാഡം അൺമ്യൂട്ട്
അൺമ്യൂട്ട് ചെയ്യാം. നേരത്തെ ഹാൻഡ് റൈസ്. ഡോക്ടറെ ഈ സെമൈനൽ നമ്മൾ TRS ചെയ്ത് ട്രാൻസ്റെക്ടൽ അബ്ഡമൻ സ്കാൻ ചെയ്തപ്പോഴേ സെമൈനൽ വെസിക്കിൾസ് റൂഡിമെന്ററി ആണ്, വളരെ വെരി സ്മോൾ. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നുകൂടെ പറഞ്ഞു ഡോക്ടറെ, മനസ്സിലായില്ല. ട്രാൻസ്റെക്ടൽ സ്കാൻ ചെയ്തപ്പോഴേ ടോട്ടൽ സ്കാൻ, അപ്പൊ നമുക്ക് സെമൈനൽ വെസിക്കിൾസ് നമ്മൾ ഈ സെമൻ കളക്ടിങ് ഏരിയ അതൊക്കെ ഭയങ്കര റൂഡിമെന്ററി ആണ്, വെരി നോട്ട് ഡെവലപ്ഡ് എന്ന് പറഞ്ഞ എസോസ്പെർമിയാണ്. അപ്പൊ അത് ബയോപ്സിയില് സ്പെർമറ്റസോവ ഉണ്ട്, പക്ഷെ ഈ സെമിനൽ വെസിക്കിൾസ് വെരി സ്മോൾ റൂഡിമെന്ററി. ചെയ്യാൻ പറ്റുമോ? ന്യൂഫോർ ലൂട്ടിയ ഒരു ബന്ധമുണ്ട്, സെക്സ്വൽ ബന്ധമാണ്, അതിനും ഈ ആക്ഷൻ ഉണ്ട് കേട്ടോ. ന്യൂഫോർ ലൂട്ടിയം പൊട്ടൻസി കൊടുക്കണോ? അല്ല, പൊട്ടൻസി ഇല്ല, ടിഞ്ചറാ. ടിഞ്ചർ കൊടുത്തിട്ട് പൊട്ടൻസി കൊണ്ട് കൊണ്ടുപോയാൽ അസ്വസ്ഥമായ കണ്ടീഷനൊക്കെ മാറ്റുകയും ചെയ്യും. 3 times കൊടുക്കുക. എങ്ങനെ ഡോക്ടറെ? എന്താണ്? 8 തുള്ളി വീതം. 8 തുള്ളി വീതം. 3 നേരം. ഓക്കെ സാറേ, അപ്പോ കഴിഞ്ഞില്ലേ മാഡം? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മറിയാമ്മ ഡോക്ടറെ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കും. ഇത്രയും നല്ലൊരു ക്ലാസ്, പ്രത്യേകിച്ചും ഈ കാലത്ത് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്ട്രോക്ക് എന്ന ഒരു അസുഖത്തിൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിച്ച് സുഖപ്പെടുത്താം എന്ന് നമുക്ക് ഇത്രയും വിദഗ്ധമായി പറഞ്ഞു തന്ന നമ്മുടെ IFPHന്റെ പ്രസിഡന്റ് ആദരണീയനായ ഡോക്ടർ ഇസ്മയിൽ സാഡ് സാറിന് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും സാർ ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് കടന്നു വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. ഓക്കെ, നന്ദി മറിയാമ്മ ഡോക്ടറെ. എന്തായാലും സാറ് വരാൻ സ്വല്പം വൈകിയെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം സ്ട്രോക്ക് ഒന്ന് നമുക്ക് ഒരു കീറാമുട്ടിയൊന്നും ആവൂല. നമുക്ക് വളരെ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ടെന്നും ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുമെന്നും സാർ ഒന്നുകൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയർത്തി. വളരെ സന്തോഷം. എന്തായാലും സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.